നടി കല്യാണി പ്രിയദർശൻ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ലോക. ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. 100 കോടി 200 കോടി ഒക്കെ വാരി എന്നൊക്കെയാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് അതിനെ വിമർശിക്കുന്നുമുണ്ട്. ഇപ്പോൾ മുരളി തുമ്മാരുക്കൊടി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുകയാണ്, ശരിക്കും പേടിക്കേണ്ടതാണ്, സത്യത്തിൽ ചിരിയാണ് വന്നത്. 100 കോടി 200 കോടി എന്നൊക്കെ കേട്ടു, പക്ഷേ തിയേറ്ററിൽ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല അത്രേ. ഇതുപോലെ തന്നെ വേറെ ഒരു വ്യക്തി, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ വിസിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ ബി ഇക്ബാൽ, നല്ലൊരു തിരക്കഥ പോലും ഇല്ലാത്ത ഒരു പരമബോറൻ യക്ഷിക്കഥ ആണ് ലോകയെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കടമറ്റത്ത് കത്തനാർ മുതൽ ഡ്രാക്കുള വരെ എത്രയോ യക്ഷി സിനിമകൾ കണ്ട് മടുത്ത പ്രേക്ഷകർക്ക് ഇങ്ങനൊരു അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള സിനിമ ദുൽഖറിനെ പോലുള്ള യുവ പ്രതിഭയിൽ നിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ കാലത്തെ സിനിമകൾ അധികവും കലാമൂല്യം ഇല്ലാത്ത സിനിമകളാണ്. കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ആളുകൾ കലാമൂല്യമുള്ള കലാകാരന്മാരായിരിക്കണം. ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലുള്ള ഭൂരിപക്ഷം നടന്മാരും നടിമാരും കലാകാരന്മാരല്ല. അവർ ന്യൂ ജനറേഷൻ്റെ തരംഗത്തിനനുസരിച്ച് ഓരോന്ന് ചൂട് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂ ജനറേഷൻ കാലഘട്ടം വളരെ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ ഭൂരിപക്ഷം പേരും ഫാസ്റ്റായിട്ടുള്ള ഒരു ലോകത്തിനെയാണ് മുമ്പിൽ കാണുന്നത്. അവർക്ക് ഈ കാലഘട്ടത്തിലുള്ള ഒരുപാട് മണ്ഡലങ്ങൾ അവരെ പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുണ്ട്. പഴയ കലാകാരന്മാർക്കുണ്ടായിരുന്നതായിട്ടുള്ള കലാകാരന്മാരുടെ സ്പിരിറ്റ്, കലാമൂല്യം ഒന്നും പുതിയ നടന്മാർക്കും നടിമാർക്കും ഇല്ല. അതുകൊണ്ട് പഴയ കാലഘട്ടം വെച്ചിട്ട് പുതിയ സിനിമകളെ വിലയിരുത്തിയിട്ട് ഒരു കാര്യമില്ല, അത് പോഴത്തരമാണ്. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പുതിയ സിനിമകൾക്ക് പഴയ സിനിമകളുടെ അത്രയൊന്നും ഭംഗിയും അഴകമൊന്നും ഇല്ല, ആസ്വദിക്കാൻ മാത്രം ഒന്നുമില്ല. ഫാസ്റ്റായിട്ടുള്ള ആധുനിക ജീവിതം, സെക്സ്, വയലൻസ്, പ്രേമം തുടങ്ങിയ ആധുനിക കാലഘട്ടത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സിനിമകൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്ബാൽ സാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കലാമൂല്യമൊന്നും ഇന്നത്തെ സിനിമകൾക്ക് കാണില്ല.